നമസ്കാരം. 48 രാജ്യങ്ങൾ, 100-ലേറെ മത്സരങ്ങൾ, മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്നത് ചരിത്രത്തിൽ ഇതേവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിപ്പമുള്ള ലോകകപ്പാണ്. അപ്പോൾ ഈ ലോകകപ്പിലേക്ക് ഒരുപക്ഷെ ഫിഫ ബിസിനസ്സും അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് രണ്ടും ഒരുപോലെ ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഡ്രോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡ്രോയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നൊരു ഗസ്റ്റുണ്ട്, ശ്രീ ദാവൂദ്. അദ്ദേഹം മനോരമയ്ക്ക് വേണ്ടി 2 ലോകകപ്പുകൾ, 2018 റഷ്യൻ ലോകകപ്പും 2022 ഖത്തർ ലോകകപ്പും റിപ്പോർട്ട് ചെയ്തയാളാണ്. കൂടാതെ സ്പോർട് ഡെസ്കിൽ നിന്ന് ഫസീഹ് മുഹമ്മദും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രോയെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഡ്രോ നമുക്കറിയാം 48 രാജ്യങ്ങളാണ്. ആദ്യമായിട്ടാണ് 48 രാജ്യങ്ങൾ ഉള്ള വേൾഡ് കപ്പ് വരുന്നത്. അപ്പോൾ ഫിഫ കൃത്യമായിട്ട് അളന്ന് തന്നെയായിട്ടാണ് ഈ ഡ്രോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫിഫ റാങ്കിങ് അനുസരിച്ചിട്ട് 4 പോട്ടുകളാക്കി തിരിച്ചു. റാങ്കിങ് അടിസ്ഥാനത്തിൽ ഏറ്റവും റാങ്കിങ് ഉള്ളവരും ആതിഥേയരും പോട്ട് 1-ൽ, പിന്നെ റാങ്കിങ് കുറഞ്ഞവർ പോട്ട് 2, പോട്ട് 3, പോട്ട് 4 അങ്ങനെ തയ്യാറാക്കി. അതിൽ നിന്ന് ഓരോ പോട്ടിൽ നിന്നും ഓരോ ടീമുകളെ എടുത്തു. അതിൽ തന്നെ ഒരു ഉപാധി വെച്ചു. അതായത് ഒരേ വൻകരയിലെ 1-ലേറെ രാജ്യങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. യൂറോപ്പിന് ഒരു ഇളവ് കൊടുത്തു. കാരണം യൂറോപ്പിൽ നിന്ന് അത്രയും രാജ്യങ്ങളുള്ളതുകൊണ്ട് അവർ വേണമെങ്കിൽ 2 ടീമുകൾ, പരമാവധി യൂറോപ്പിൽ നിന്ന് 2 ടീമുകൾ വരും എന്നുള്ള രീതിയിലാണ് അവർ ഡ്രോ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ ആദ്യം അർജൻറ്റീന തന്നെ എടുക്കാം. കാരണം നിലവിലെ ചാമ്പ്യന്മാരാണ്. അർജൻറ്റീനയുടെ ഗ്രൂപ്പ് നോക്കുമ്പോൾ നമ്മൾ ഒറ്റനോട്ടത്തിൽ അത്ര പ്രശ്നമില്ല എന്ന് പറയാം. കാരണം അർജൻറ്റീന, ഓസ്ട്രിയ, അൾജീരിയ, കൂടാതെ ജോർദാൻ. ഇതിൽ ഇപ്പോൾ ഡ്രോ നടക്കുമ്പോൾ ആദ്യം കാണുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ഉള്ള 3 രാജ്യങ്ങളാണ് അർജൻറ്റീനയുടെ ഗ്രൂപ്പിൽ വന്നത്. അർജൻറ്റീന, ഓസ്ട്രിയ, അൾജീരിയ എന്നായിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും ഒരു വെല്ലുവിളി ഓസ്ട്രിയ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്താണ് ദാവൂദിനെന്ന് തോന്നുന്നത്? അർജൻറ്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്ര ടെൻഷൻ ഫ്രീ ആയിട്ട് അർജൻറ്റീന ഒരു വേൾഡ് കപ്പിനും ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ 1986 ഡിയാഗോ മറഡോണയുടെ നേതൃത്വത്തിൽ വേൾഡ് കപ്പ് നേടിയ ശേഷം എല്ലാ വേൾഡ് കപ്പിനും അവരുടെ സമ്മർദ്ദം ഇങ്ങനെ ഒരു ചരിത്രഭാരം എന്ന് പറയാവുന്ന രീതിയിൽ കൂടി വരുന്നത്. 2022 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ഇത്ര ടെൻഷൻ ഫ്രീ ആയിട്ടാണ് അവർ കളിക്കുന്നത്. അർജൻറ്റീനയും അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്, മെസ്സിയും അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരിത്, ഒരു അറ്റ്മോസ്ഫിയർ വന്നതുകൊണ്ട് അവരുടെ കളിയിലും അത് ശരിക്കും പ്രതിഫലിച്ചു കണ്ടു. കാരണം അവർ വളരെ ഈസി ആയിട്ടാണ് സൗത്ത് അമേരിക്കൻ ക്വാളിഫയിങ് ഗ്രൗണ്ട് കടന്നത്. അതായത് 9 പോയിൻറ്റ് ഡിഫറൻസ് ഉണ്ട് സെക്കൻഡ് വന്ന ഇക്വഡോറുമായിട്ട്. പിന്നെ +21 ഗോൾ ഡിഫറൻസ്. അപ്പം വളരെ ഒരു ആധികാരികമായിട്ട് സ്മൂത്തായിട്ടാണ് വേൾഡ് കപ്പിന് വരുന്നത്. അപ്പോൾ അർജൻറ്റീനയ്ക്ക് ബേസിക്കലി നമ്മളിപ്പം അങ്ങനെ വിലയിരുത്തുമ്പം പൊട്ടൻഷ്യൽ ഒരു പ്രശ്നങ്ങളും നമുക്ക് കാണുന്നില്ല. ഒരു 2022 ടീം ഏറെക്കുറെ ഉണ്ട്. മെസ്സി ഇപ്പോഴും MLS കളിക്കുന്നതെങ്കിലും ഇപ്പോഴും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീമിൻ്റെ ഒരു അച്ചുതണ്ടായി നിലനിൽക്കുന്നു. ഇനി വേറൊരു കാര്യം പറയാവുന്ന കാര്യം, മെസ്സി ഇല്ലെങ്കിലും അർജൻറ്റീന അത് കളിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സ്കലോണിയുടെ ഒരു മികവാണ്. മെസ്സി ഉണ്ടാകുമ്പോൾ ഒരു സിസ്റ്റവും മെസ്സി ഇല്ലാത്തപ്പം വേറൊരു സിസ്റ്റവും, രണ്ടിലും അർജൻറ്റീന പ്ലേയേഴ്സ് അഡാപ്റ്റഡാണ്. അപ്പം അത് പല ടീമിനും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പം നല്ലൊരു സിസ്റ്റമുണ്ട്, നല്ലൊരു സ്റ്റാർഡം എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാം. പിന്നെ ബേസിക്കലി മെസ്സിക്ക് ഇത് ഹോം ഗ്രൗണ്ട്, ഹോം വേൾഡ് കപ്പ് എന്ന് പറയാവുന്ന രീതിയിലാണ്. മെസ്സി ആ ഒരു MLS ആ ഒരു സാഹചര്യങ്ങളോടും ക്ലൈമറ്റിനോടും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാത്തിനോടും പരിചയപ്പെട്ടു. പക്ഷേ ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും പ്രതിഭയുള്ളൊരു കളിക്കാരൻ കളിക്കുമ്പം നമുക്ക് തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങളെന്നല്ല, തീർച്ചയായിട്ടും നമ്മളെ ഒരു ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത് തന്നെ അർജൻറ്റീന ഉയരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അർജൻറ്റീനയുടെ ഗ്രൂപ്പും ബേസിക്കലി വലിയൊരു നമ്മളൊരു ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ അത്ര ടഫല്ല. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, ഇവർ 3 പേരാണ്. അപ്പോൾ അത് നമുക്ക് കടലാസിൽ അർജൻറ്റീനയായിട്ട് നമുക്കതൊരു കമ്പയർ ചെയ്യുമ്പം അർജൻറ്റീന എത്രയോ നല്ല സ്ട്രോങ് ടീമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സൊഫാൻ പറഞ്ഞ പോലെ ഓസ്ട്രിയയാണ് അവർക്ക് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള, അതായത് ടോപ്പ് സ്പോട്ടിൽ എന്തെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ടീം. അതിൻ്റെ ഒരു കാരണം ഓസ്ട്രിയക്ക് നല്ലൊരു സിസ്റ്റമുണ്ട്. കഴിഞ്ഞ യൂറോ കപ്പിൽ നമ്മൾ കണ്ടത് റാൽഫ് റാങ്കിനിക്കിൻ്റെ കീഴിൽ അവർ നന്നായിട്ട് കളിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിരുന്നു. അതെ, നല്ല ഒരു സിസ്റ്റത്തിൽ അവർ വരുന്നുണ്ട്. പിന്നെ ഡേവിഡ് അൽബയെ പോലും സബിറ്റ്സറിനെ പോലെയുള്ള നല്ല കളിക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അർജൻറ്റീനയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത് ഓസ്ട്രിയ ആയിരിക്കും. പിന്നെ അൾജീരിയ നമുക്കറിയാം, ഈ മൊറോക്കോയെപ്പോൾ തന്നെ ആ ഒരു ആഫ്രിക്കൻ ഒരു ജെനറ്റിക്സ്, ഒരു ഫൈറ്റ് കാണിക്കുന്ന ടീമാണ്. അപ്പം റിയാദ് മഹ്റസിനെ പോലുള്ള താരങ്ങൾ അവർക്കുണ്ട്. അപ്പം എന്നാൽ പോലും അർജൻറ്റീനക്ക് വലിയ വെല്ലുവിളി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലേ, ശരിയാണ്. നമ്മൾ ഈ ഓസ്ട്രിയയെക്കുറിച്ച് പറയുമ്പോൾ ഓസ്ട്രിയ പോയ യൂറോയിൽ ഫ്രാൻസും നെതർലൻഡ്സും ഉള്ള ഗ്രൂപ്പിലായിരുന്നു കളിച്ചിരുന്നത്. പക്ഷേ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ ചാമ്പ്യന്മാരായി. ഫ്രാൻസിലോട് തോറ്റെങ്കിലും അവർ നെതർലൻഡ്സിനെ തോൽപ്പിച്ചവരാണ്. അതിനർത്ഥം അർജൻറ്റീന ഓസ്ട്രിയയുടെ അടുത്ത് നിന്ന് ഒരു ശക്തമായ മത്സരം തന്നെ പ്രതീക്ഷിക്കണമെന്നാണ്. പ്രത്യേകിച്ചും യുണൈറ്റഡിൽ നിന്ന് പുറത്താക്കിനെ സാക്കിയതിനു ശേഷമാണ് റാൽഫ് റാങ്കിനിക്ക് ഓസ്ട്രിയയിൽ പോകുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം വലിയ രീതിയിൽ ആ ടീമിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അൾജീരിയ ഇടക്കാലത്തൊന്നും ലോകകപ്പിനില്ലെങ്കിലും വലിയ താരങ്ങളുള്ള ടീമാണ്. റിയാദ് മെഹ്റസിനെയൊക്കെ അറിയാത്ത ഫുട്ബോൾ പ്രേമികൾ കുറവായിരിക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ആഫ്രിക്കയുടെ ഉത്തര രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ അൾജീരിയ, ടുണീഷ്യ,
മൊറോക്കോ, അവിടുന്ന് അതായത് ഈ ആഫ്രിക്കൻ അറബ് കൺട്രീസിൽ നിന്ന് ലിബിയ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ലോകകപ്പിനുണ്ട്, ഒരു വലിയ ഈജിപ്ത് അടക്കം. അപ്പോൾ ആ രാജ്യമുണ്ട്. പിന്നീട് ജോർദാനൊക്കെ ആദ്യമായിട്ട് ലോകകപ്പിന് വരുന്ന ടീമാണ്. അപ്പോൾ എന്താണ് ഫസി, എന്താണ് ഗ്രൂപ്പ് വിലയിരുത്തുമ്പോൾ തോന്നുന്നത് എന്താണ്? കോമ്പറ്റീവ്നെസ് നോക്കുകയാണെങ്കിൽ ജോർദാൻ കാര്യമായ ത്രെറ്റ് കൊടുക്കാൻ സാധ്യതയില്ലാത്തൊരു ടീമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഓസ്ട്രിയയുടെ കേസാണ്. ഓസ്ട്രിയ ഇപ്പം യൂറോ കപ്പിലെ പ്രകടനം, അതുപോലെ തന്നെ ഓസ്ട്രിയയുടെ വേൾഡ് കപ്പ് ക്വാളിഫയിങ്ങിലാണെങ്കിലും ഗ്രൂപ്പിൽ ടോപ്പേഴ്സായിട്ടാണ് അവർ വരുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്ട്രൈക്കർ മാർക്ക് ആർട്ടനോവിച്ച് 8 ഗോളുകൾ ക്വാളിഫയിങ് സ്റ്റേജിൽ അടിച്ചിട്ടുണ്ട്. 8 ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരി കെയ്ൻ, നമുക്കറിയാം ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്ന സ്ട്രൈക്കറാണ്. ആൾ നേടി അത്രയും ഗോളുകൾ തന്നെ ക്വാളിഫയിങ് സ്റ്റേജിലുണ്ട്. അപ്പം അർജന്റീനയ്ക്ക് ഒരു കോമ്പറ്റീവ്നെസ് കൊടുക്കാൻ സാധ്യതയുള്ളൊരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയ ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ കാര്യമായ കോമ്പറ്റീഷൻ അർജന്റീനയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ സ്ക്വാഡിൻ്റെ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യാൻ സ്കലോണിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം കാര്യമായ കോമ്പറ്റീവ്നെസ് ഗ്രൂപ്പിൽ അർജന്റീനക്ക് പ്രശ്നങ്ങൾ കാര്യമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരില്ല. കഴിഞ്ഞ വർഷം സൗദിയോട് നേരിട്ട പോലത്തെ തിരിച്ചടികൾ വല്ലതും ഒരു അട്ടിമറി കാര്യങ്ങൾ വന്നാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കും. അതിൽ പക്ഷേ നമ്മൾ ഈ അർജന്റീനയുടെ ഗ്രൂപ്പ് ആയിട്ട് എളുപ്പമാണെങ്കിലും ഒരുപക്ഷെ അർജന്റീനക്ക് ഗ്രൂപ്പ്, അതായത് റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടിയുണ്ട്. സാധാരണ റൗണ്ട് ഓഫ് 16 ആണ് ലോകകപ്പിന് ഉണ്ടാവാറ്. അടുത്ത വർഷം മുതൽ 32 ആണ്. അപ്പോൾ 32-ൽ ഉറുഗ്വേ വരാനൊരു സാധ്യതയുണ്ട്. ഉറുഗ്വേ എന്ന് പറയുന്ന അർജന്റീനയുമായിട്ട് നിരന്തരം ലാറ്റിൻ അമേരിക്കയിലൊക്കെ കോമ്പറ്റ് ചെയ്ത ടീമായതുകൊണ്ട് അവർ കുറച്ചുകൂടി കടുപ്പാൻ സാധ്യതയുണ്ട്. ഇനി റൗണ്ട് ഓഫ് 32-ഉം അതും കടന്നാൽ, റൗണ്ട് ഓഫ് 16-ഉം കടന്നാൽ, ക്വാർട്ടറിൽ കടന്ന എല്ലാവരും, ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത അതാണ്. എല്ലാ തലക്കെട്ടുകളും പോർച്ചുഗലും അർജന്റീനയും തമ്മിൽ ഒരു മത്സരം വരുന്നുള്ളതാണ്. പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന എന്ന് പറയുമ്പോൾ ലയണൽ മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ എന്നുള്ളതാണ്. ഒരു എന്താ പറയുക, 2 ഗൂട്ടുകളുടെ പോരാട്ടം. നമ്മൾ അവരുടെ ഏറ്റവും ലാസ്റ്റ് ലോകകപ്പ് ആകുമെന്ന് ഉറപ്പാണ്. നമ്മൾ എല്ലാ ലോകകപ്പിൻ്റെ സമയത്തും പറയാറുണ്ട്. ഇപ്പോൾ 18-ൽ പറഞ്ഞിരുന്നു രണ്ടുപേരും ഇനിയൊരു ലോകകപ്പിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. 22-ൽ അതേ കാര്യം നമ്മൾ പറഞ്ഞാണ്. ഇനി എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല, അത്ര വയസ്സാകും, റൊണാൾഡോക്ക് 40 എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും നമ്മൾ ലോകകപ്പിൻ്റെ സമയത്ത് ഇത് ലാസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഏതായാലും ഉണ്ടാവില്ല. കാരണം ഒരു എന്താ പറയുക, സംഭവിക്കുന്നതിന് പോസിബിലിറ്റിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ ക്വാർട്ടറിൽ വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് കൂടിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലുള്ളതൊന്ന് കൊളംബിയയാണ്, മറ്റൊന്ന് ഉസ്ബെക്കിസ്ഥാൻ. കൂടാതെ ഈ പ്ലേ ഓഫ് കടന്നു വരുന്ന ടീമുകളുണ്ടാകും. ഒന്നെങ്കിൽ കോങ്കോ ആവാം, അല്ലെങ്കിൽ നോർത്ത് മാസിഡോണിയ ആകാം, അല്ലെങ്കിൽ ജമൈക്ക. അവരാരും അത്രയ്ക്കൊരു പോർച്ചുഗലിനെ കോമ്പറ്റീറ്റ് കൊടുക്കാൻ പോകുന്ന ടീമുകളല്ല. പ്രത്യേകിച്ചും പോർച്ചുഗൽ അതിഗംഭീരമായ ടീമാണ്. ഇപ്പോൾ ഈ ലോകകപ്പിൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടാണ്. കാരണം അത്രയും ഓരോ പൊസിഷനിലും ഗംഭീര പ്ലേയേഴ്സാണ്. ഓരോ ക്ലബിലെയും സൂപ്പർ താരങ്ങളാണ്. ഇപ്പോൾ യുണൈറ്റഡിൽ നിന്ന് ബ്രൂണോ, PSG നിന്ന് വിറ്റീന്യ, അങ്ങനെ ഓരോ പൊസിഷനിൽ നോക്കിയാലും അങ്ങനെ താരങ്ങളില്ല. അപ്പോൾ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലെ തന്നെ എന്നല്ല, ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീമുകളിൽ ഒന്നാണ് കൊളംബിയ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതായത് നമ്മളൊരു ഡാർക്ക് ഹോഴ്സ് ആവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ അവർ ഇവോൾവ് ചെയ്ത് വന്നൊരു ഇതുണ്ട്. ഹാമിഷ് റോഡ്രിഗസിനെ പോലുള്ളൊരു പരിചയസമ്പന്നനായൊരു താരം, അവർക്കൊരു ലീഡറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൂയിസ് ഡിയാസിനെ പോലെ ഒരു സ്ട്രൈക്കർ, ഒരു മികച്ചൊരു സ്ട്രൈക്കർ അവർക്കുണ്ട്. പിന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്കും ഈ ക്ലൈമറ്റ്, ഈ ഒരു ഹോം അഡ്വാൻറ്റേജ് ഈ രീതിയിലുണ്ട്. അപ്പം അത് പോർച്ചുഗലിന് ഏറ്റവും ആ ഗ്രൂപ്പിൽ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ടീം കൊളംബിയ ആയിരിക്കും. അപ്പോൾ കൊളംബിയ പോർച്ചുഗൽ മത്സരം ബേസിക്കലി ആ ഗ്രൂപ്പിലെ ടോപ്പേഴ്സ് ആരാന്നുള്ളത് തീരുമാനിക്കും. അപ്പം പക്ഷേ നമ്മൾ ഈ പോർച്ചുഗലിൻ്റെ കാര്യം സൊഫാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഓരോ പൊസിഷനും എടുത്തു നോക്കിയാൽ എല്ലാ പൊസിഷനിലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട് പോർച്ചുഗലിൽ. അവരുടെ റിസർവ് ബെഞ്ചിലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം മിഡ്ഫീൽഡിൽ വിറ്റീഞ്ഞ, പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, ഡിഫൻസിൽ ന്യൂനോ മെൻഡസ്, പിന്നെ ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഫ്രണ്ടിൽ റാഫേലിയാവോ, അതുപോലെ ഗോൺസാലോ റാമോസ്, പിന്നെ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അർജന്റീനയും പോർച്ചുഗലും തമ്മിലൊരു കമ്പാരിസൺ വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അർജന്റീന മെസ്സിയെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് സ്കലോണിക്ക് അറിയാം. സത്യം പറഞ്ഞാൽ മെസ്സിയെ എങ്ങനെ യൂസ് ചെയ്യണം സ്കലോണിക്ക് അറിയാം. അതിനനുസരിച്ച് എങ്ങനെ കളിക്കണം എന്ന് കളിക്കാർക്കറിയാം. അതിൽ അവർ ലീഡറായിട്ട് എങ്ങനെ നിൽക്കണം എന്ന് മെസ്സിക്കും അറിയാം. പോർച്ചുഗലിൻ്റെ കേസ് വരുമ്പോൾ അതെങ്ങനെ വരും എന്നുള്ളതാണ് പോർച്ചുഗലിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം. അതായത് റോബർട്ടോ മാർട്ടിനസ് കോച്ച് എങ്ങനെ റൊണാൾഡോയെ ഉപയോഗപ്പെടുത്തുന്നു, റൊണാൾഡോ എങ്ങനെ അതിനോട് പൊരുത്തപ്പെടുന്നു, അതുപോലെ തന്നെ മറ്റു കളിക്കാരും വന്നിട്ട് ഒരു റൊണാൾഡോ വരുമ്പോൾ അതെങ്ങനെ. എനിക്ക് തോന്നുന്നത് ഈ റോബർട്ടോ മാർട്ടിനസ് ഒരു പരിധിവരെ ആ പ്രശ്നം മറികടന്ന ആളാണ്. അപ്പോൾ മുൻ കോച്ച് സാന്റോസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു 2022 പക്ഷേ ഈ മാർട്ടിനസ് വന്നതിന് ശേഷം
അദ്ദേഹം റൊണാൾഡോക്ക് ഒരു ഫിക്സഡ് പൊസിഷനാണ്. റൊണാൾഡോയെ അങ്ങനെ എപ്പോഴും പരിഗണിക്കുന്ന ആളാണ്. റൊണാൾഡോക്കും അതിൻ്റെ മാറ്റം കാണുന്നുണ്ട്. റൊണാൾഡോ ഭയങ്കര ഗോൾ സ്കോറിംഗ് ആണ്. അതെ അതെ അതെ. ഇപ്പോൾ നേഷൻസ് ലീഗിൽ ഫൈനലിൽ ഗോൾ അടിച്ചു, സെമിയിൽ ജർമ്മനിക്കെതിരെ ഗോൾ അടിച്ചു, ക്വാളിഫയിങ് റൗണ്ടിലൊക്കെ ഇപ്പോൾ ഈ പലരും റൊണാൾഡോ വിരുദ്ധരൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ചെറിയ ടീമുകൾക്കെതിരെയാണ് ഗോൾ അടിക്കുന്നതെന്ന്. ചുമ്മാ പറയുന്നത്. നമ്മൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ജർമ്മനിക്കെതിരെ ഗോൾ അടിച്ചു, സ്പെയിനെതിരെ ഗോൾ അടിച്ചു, യൂറോപ്പിൽ കിട്ടാവുന്നവർക്കെതിരെയൊക്കെ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോർച്ചുഗലിൻ്റെ സതിലേക്ക് വരുമ്പോൾ എന്താണ് ഫസീൻ എന്നാണ് തോന്നുന്നത്? പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ മാർട്ടിനസിന് വന്നതിന് ശേഷം റൊണാൾഡോ ഉള്ളതുകൊണ്ട് മാർട്ടിനസിനും ഭയങ്കര ഒരു ഈസിനെസ് ഉണ്ട്. റൊണാൾഡോൻ്റെ ഏറ്റവും നല്ലൊരു സ്റ്റേജ് കമ്പാരിറ്റീവ്ലി അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും കമ്പാരിറ്റീവ്ലി നല്ല പോർച്ചുഗലിലെ നല്ലൊരു സ്റ്റേജ് മാർട്ടിനസിൻ്റെ കീഴിലാണ്. പരമാവധി ഗോളുകൾ അടിക്കുന്നുണ്ട്. അപ്പോൾ റൊണാൾഡോയുടെയും ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം അതെ, ഇനി വേൾഡ് കപ്പ് അവസാന വേൾഡ് കപ്പ് ജയിക്കുക. റൊണാൾഡോ വേൾഡ് കപ്പ് അത്ര സംഭവത്തല്ല. അത് ഓരോ ഇന്റർവ്യൂവിൽ ഓരോന്ന് പറയുന്നത്. പക്ഷേ ആളുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ പോർച്ചുഗലിന് ഒരു കിരീടം കൂടി നേടിക്കൊടുത്ത് മടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരിക്കും ആൾ കളിക്കാൻ ഇറങ്ങുക. അവിടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉയർത്താൻ സാധ്യത ഈ പറഞ്ഞ പോലെ തന്നെ കൊളംബിയ ആയിരിക്കും. കൊളംബിയക്ക് ആ ഒരു വൻകരയുടെ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അവർക്ക് പരിചയമുള്ള യൂറോപ്പിൽ നിന്നൊരു ടീം വരുമ്പോൾ ഇതിനോട് അഡാപ്റ്റ് ആവാനുള്ള ഒരു സമയമെടുക്കും. അതായിരിക്കും പോർച്ചുഗലിൻ്റെ ആ ഒരു സ്റ്റാർ സ്റ്റഡഡ് സ്ക്വാഡും നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളി. ഉസ്ബെക്കിസ്ഥാനും ഒന്നും അത്ര വെല്ലുവിളി. ഉസ്ബെക്കിസ്ഥാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യമായിട്ട് ലോകകപ്പിന് വരികയാണ്. ഇന്ത്യ പോലെ റാങ്കിൽ കിടന്നൊരു ടീം പെട്ടെന്ന് ഉദിച്ച് പൊന്തിയ രാജ്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അർജന്റീന പോർച്ചുഗൽ രണ്ട് ടീമും വിജയിക്കണം, ഗ്രൂപ്പിൽ ജേതാക്കളാവണം, റൗണ്ട് ഓഫ് 32-ഉം 16-ഉം കടക്കണം, എന്നാലാണ് ഈ ക്വാർട്ടറിൽ വരാനുള്ള സാധ്യത. എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷേ ലോകകപ്പിലെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടമായിരിക്കും. പ്രത്യേകിച്ച് 31 അർജന്റീന ടീമിനെ നമുക്കറിയാം. അവർ ഇപ്പോൾ ഈ കളത്തിൽ വെച്ച് തന്നെ എല്ലാത്തിനും മറുപടി കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ റഫീഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് റഫീനക്കെതിരെ മത്സരത്തിന് ശേഷം ഒരു ഫ്രാൻസിനെതിരെ നിരന്തരം അർജന്റീന താരങ്ങൾ നടത്തുന്നതാണ്. ഒരുപക്ഷെ അർജന്റീന വിജയിക്കുകയാണെങ്കിൽ ഈ അർജന്റീന താരങ്ങൾ പക്ഷേ റൊണാൾഡോക്കെതിരെ പോസിബിലിറ്റീസ് ആണ്. നിലവിലെ അവരുടെ ഒരു ക്യാരക്ടർ വെച്ച് ചെയ്യേണ്ടതാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു മെസ്സിയുടെ ടീമിന് മേലെ പോർച്ചുഗൽ വിജയം നേടുകയാണെങ്കിൽ അത് റൊണാൾഡോക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. പിന്നെ അപ്പോൾ നമ്മൾ ഈ ഗോട്ട് പോരാട്ടത്തിൽ എന്താണ് പറയാറുള്ളത്? ഇത്രയും ലോകകപ്പ് കളിച്ച് 2006 മുതൽ ഇവർ രണ്ടുപേരും ലോകകപ്പ്. നമ്മളെല്ലാ വേൾഡ് കപ്പിലും കാത്തിരിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ഇപ്പോൾ ബ്രസീൽ അർജന്റീന അത് നമ്മൾക്ക് സമീപകാലത്തൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗൽ അർജന്റീന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഈ വേൾഡ് കപ്പിൽ വരികയാണെങ്കിൽ അത് വേൾഡ് കപ്പിൽ എൽ ക്ലാസിക്കോ ആയിരിക്കും. നമ്മൾ എൽ ക്ലാസിക്കോയിലാണ് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കണ്ടത്. പിന്നെ ഞാൻ അത് ബ്രസീൽ അർജന്റീന എന്ന് പറയുന്ന മെസ്സി റൊണാൾഡോ പോരാട്ടം മാത്രമല്ല, ഇത് രണ്ടും വളരെ ശക്തരായിട്ടുള്ള രണ്ട് ടീമുകൾ ഒരു യൂറോപ്യൻ ടീം, ഒരു സൗത്ത് അമേരിക്കൻ ടീം, അങ്ങനെ പല മാനങ്ങളും ആ വേൾഡ് പോരാട്ടത്തിനുണ്ട്. അപ്പം അങ്ങനെ ഒരു പോരാട്ടം വരികയാണെങ്കിൽ അത് ഇപ്പം പലതരത്തിലും നമുക്ക് അനലൈസ് ചെയ്യാവുന്ന മെസ്സി റൊണാൾഡോ ഒരു സ്റ്റാർഡം തമ്മിലുള്ള ഒരു പോരാട്ടത്തിനപ്പുറം ഒരു വലിയൊരു നമുക്ക് വേറെ തരത്തിലൊക്കെ വിലയിരുത്താവുന്ന ടാക്ടിക്കൽ ബാറ്റിൽ കൂടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ടീം ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പോൾ റൊണാൾഡോയുടെ പോർച്ചുഗലും മെസ്സിയുടെ അർജന്റീനയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. സ്വന്തമായ ഐഡന്റിറ്റി ഉള്ള അത് ഒരുപാട് താരങ്ങൾ, അതായത് ഓരോ താരങ്ങളും ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ കളി ജയിപ്പിക്കാൻ പറ്റുന്ന രണ്ട് സ്ക്വാഡുകളായി മാറി. മുമ്പ് മെസ്സിയുടെ ചിറകിലേറി അർജന്റീന എന്നുള്ള ടൈറ്റിൽ മാത്രമായിരുന്നു. റൊണാൾഡോയുടെ കേസിൽ, പോർച്ചുഗലിന്റെ കേസിലും റൊണാൾഡോ മാത്രമായിരുന്നു ഒരു ഫേസ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജാവോ നെവസ് ഉണ്ട്, വിറ്റീനിയ വരുന്നു, ന്യൂനോ മെൻഡസ്, അങ്ങനെ ഓരോ പോസ്റ്റിലും പോർച്ചുഗലിനായാലും മറുപുറത്ത് അർജന്റീനക്കായാലും ജൂലിയൻ അൽവാരസ് വരുന്നു. അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് വലിയൊരു കൾച്ചർ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ കൾച്ചറും സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കൾച്ചറിനെയും ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ വേൾഡ് കപ്പിൻ്റെ ഫൈനലിനോളം പ്രസക്തിയുള്ള വലിയൊരു പോരാട്ടമായിരിക്കും. അതിന് എല്ലാ കാരണങ്ങളും ഒത്തു വരണം. രണ്ട് ടീമും ഗ്രൂപ്പ് സ്റ്റേജിൽ ചാമ്പ്യന്മാരാവണം, പിന്നീടുള്ള മത്സരങ്ങളൊക്കെ വിജയിച്ച് വരണം. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ എനിക്ക് തോന്നുന്നു മെസ്സിയുടെ അർജന്റീനയും റൊണാൾഡോ പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല. ആ ഒരു മത്സരം ഒരു ടീമിനെ മാത്രം സെമിയിലേക്ക് കടത്തിവിടുന്നു അല്ലെങ്കിൽ കിരീടത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു പോരാട്ടം അങ്ങനെ വരുമ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടങ്ങളിൽ ഒന്ന് അതായിരിക്കും. തീർച്ചയായിട്ടും. ഏതായാലും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സൗത്ത് അമേരിക്കൻ കൾച്ചർ എന്നൊക്കെ പറയെങ്കിലും സത്യത്തിൽ ഇപ്പോൾ ഈ സൗത്ത് അമേരിക്കൻ കൾച്ചറൊന്നും ഇല്ല. അപ്പോൾ അർജന്റീനയുടെ പ്ലേയേഴ്സും കളിക്കുന്ന യൂറോപ്പിലാണ്, പോർച്ചുഗലിൻ്റെ പ്ലേയേഴ്സും കളിക്കുന്ന യൂറോപ്പിലാണ്. ഏതായാലും ഗോട്ടുകളുടെ ഒരു പോരാട്ടം തന്നെ ലോകകപ്പിൽ നമുക്ക് കാണാൻ പറ്റട്ടെ എന്നുള്ളത് പ്രതീക്ഷിക്കാം.